Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Convocation ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് 1, 2, 3 ബാച്ചസ് ആയിരുന്നു. നമ്മുടെ മോണ്ടിസോറിയുടെ ഫസ്റ്റ് 3 ബാച്ചസ്. 2 ബാച്ച് ഒരു 1 മന്ത് സ്റ്റാർട്ട് ചെയ്തത് 1 മന്തേ 2 ബാച്ച് ആയിട്ട് ഉണ്ടായുള്ളൂ. പിന്നെ അതിനെ മേർജ് ചെയ്തു 3 ബാച്ചുമായിട്ട്. കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. 3 ആയിട്ട് മേർജ് ചെയ്തപ്പോ 1, 2 and 3 എന്നാ നമ്മൾ പറയും. ഓക്കെ, നന്നായി തന്നെ നടന്നു. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. പലരും പ്ലേസ്ഡ് ആയി. അതിന്റെയൊക്കെ ഒരു സന്തോഷം. ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ, ബോത്ത് പേഴ്സണൽ ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫ്, ഓരോരുത്തരും പ്രകാശം പരത്തുന്ന കുട്ടികളായി മാറിക്കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. സോ നിങ്ങളുടെ ആ ഒരു യാത്രയിലേക്ക് അധികം ദൂരമില്ല. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. പക്ഷെ ആരെയും കാണുന്നില്ല എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് ആരെയും പേഴ്സണലി വിളിക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. എന്തായാലും നോക്കാം. നിങ്ങൾ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യും. ജോലിക്കൊക്കെ പോകുന്നവർക്ക് ചിലപ്പോൾ പാടായിരിക്കും ഈ ഒരു സമയത്ത് കയറാൻ. അത് ഓക്കെ, അണ്ടർസ്റ്റുഡ് ആണ്. ബട്ട് അല്ലാത്ത പലരും ജോയിൻ ആവാത്ത എന്താന്ന് മനസ്സിലാവില്ല. ആരെങ്കിലും ഡ്രോപ്പ് ഔട്ട് ചെയ്തോ? ഐ തിങ്ക് റഹ്മത്ത് എന്ന് പറഞ്ഞിട്ട് കൺഫേംഡ് അല്ല. ആൾക്ക് മക്കൾക്കൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പം അത് കാരണം ക്ലാസ് ഒന്നും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണില്ല. കുറെ ആയി ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഒരു പറഞ്ഞിരുന്നു, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ MT6 ഒരു കുട്ടി, നിങ്ങളുടെ തൊട്ടു മുന്നിലെ ബാച്ചിലെ ഒരു കുട്ടി, ഇതുപോലെ തന്നെ ചെറിയ മോനും KG ആയിട്ടുള്ള ഒരു മോളും ഉള്ളത്. അപ്പൊ ആൾക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ സപ്പോർട്ട് ഇച്ചിരി ഫാമിലിന്ന് കുറവാണ്. ആളുടെ സ്വന്തം ഫാമിലിന്നാണ് ഫീഡ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് വേറെ കുറെ ക്ലാസ്സസ് മിസ്സായി, പറ്റാതെ വന്നു, ചെയ്യാതെ വന്നു. പക്ഷെ ഡ്രോപ്പ് ഔട്ട് ഒന്നും ആള് വിചാരിച്ചിട്ടേ ഇല്ല. ലക്ഷ്യം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ്. MT8 ജോയിൻ ആവാൻ പോകും. ഈ ഒരു സജഷൻ എന്നോട് പറഞ്ഞു. എല്ലാം ഓക്കെ ആയി കഴിയുമ്പം ഓഫീസിൽ സംസാരിച്ച് നോക്ക്, അപ്പം വേറെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നും കൺഫേംഡ് ആയിട്ട് റിപ്ലൈ കിട്ടിയില്ല. അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു MT4 3 ആയവരുണ്ട് കേട്ടോ, അങ്ങനെ മുന്നിലേക്കായവരുണ്ട്. അത് ഇച്ചിരി ടഫായിരിക്കും. നേരത്തെ കോഴ്സ് തീർക്കണം എന്നുള്ള ഉദ്ദേശത്തില് മുന്നിലേക്ക് പോയവരുണ്ട്. എനിക്കൊരു MT9 നിങ്ങളുടെ ബാച്ചിലല്ല, 9 ഒരു കുട്ടി ഫസ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ആയാണ്. അത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളില്. സർട്ടിഫിക്കറ്റിന്റെ ഇഷ്യൂ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മളൊന്നും അറിയാതെ പോവുകയാണ് മോണ്ടിസോറി മെത്തേഡ്. നമ്മളിനി പിന്നീട്ടുള്ള ബാച്ചിലേക്കാണെങ്കിൽ പ്രശ്നമില്ല. കാരണം നമ്മള് അതെല്ലാം വീണ്ടും പഠിക്കുമല്ല, റിവൈസ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു ഒക്കെ ചെയ്യുവാണല്ലോ. ഇതൊന്നും അറിയാതെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ബാച്ചിൽ നിന്ന് ഫസ്റ്റ് ബാച്ചിലേക്ക് തീരാൻ പോകുന്ന ബാച്ചിലേക്ക് ജോയിൻ ആയി കഴിഞ്ഞാൽ നമ്മളൊട്ടും പ്രൊഡക്റ്റീവ് ആവില്ല. അതൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഫൈൻ. മിസ്സിന്റെ ന്യൂ ഡ്രസ് ആണെന്ന് തോന്നുന്നു, നല്ല ഷൈനിങ്. കുറെ നാളായതാ. ആണ്. ഗൾഫിൽ അടിയിലിരിക്കുവായിരുന്നു. നല്ല പൂക്കള്. ചൂട് ഇത്തിരി ഉണ്ട്, കാരണം അത്ര ബ്രീത്തബിൾ അല്ല കോട്ടൺ ആണെങ്കിലും. ഇന്ന് ഇത്തിരി മഴയൊക്കെ പെയ്ത കാരണം ഒരു ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. ആരാ പ്രയർ? ആരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാം. എല്ലാവർക്കും അറിയണ ഒരു സോങ് ആണ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ.
നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. താങ്ക് യു മാം. ഓക്കെ, സോ എനിത്തിങ് എൽസ് പീപ്പിൾ വാണ്ട് ടു ഷെയർ? നമുക്ക് ഇതുണ്ട് കേട്ടോ, കോൺവെക്കേഷൻ പ്രയറൊക്കെ ഉണ്ട്. ഒന്ന് ബി പ്രിപ്പയർഡ്. ഉണ്ടാവില്ല, എബ്രോഡാണ്, വരാൻ പറ്റും. ഏത് സമയത്തായിരിക്കും നിങ്ങളുടെ കോൺവെക്കേഷൻ? നിങ്ങളുടെ ബാച്ച് ഒക്ടോബറോ എന്നാ സ്റ്റാർട്ട് ചെയ്തേ? ഒക്ടോബർ 1 സെപ്റ്റംബർ ബാച്ച്. ഒക്ടോബർ 1 ക്ലാസ് സ്റ്റാർട്ട്. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി ജൂൺ ജൂലൈ ഓഗസ്റ്റ് ലാസ്റ്റോ സെപ്റ്റംബർ 1 ആയിരിക്കും. ആ സമയത്തൊന്നും ഉണ്ടാവില്ല. ഇല്ല. ഞാനിപ്പോ സൗദിയിൽ. ഞാൻ മിസ്സിന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ മാസം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഓക്കെ. എന്നോട് എന്തായിരുന്നു മെസ്സേജ് ചെയ്തത്? എന്തോ ഒരു കാര്യം സൗദിയിലാണ്, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ചെയ്താൽ മതിയെന്നോ അങ്ങനെ എന്തായിരുന്നു? ആ ഫ്രെയിമിന്റെ കാര്യമൊക്കെ കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? അവിടെ അവൈലബിൾ അല്ല മെറ്റീരിയൽസ് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഇനി അവിടെയാണോ കുട്ടികളെയൊക്കെ അവിടേക്ക് ചേർക്കാൻ? ചെറിയ കുട്ടികളാണല്ലേ? മോളെ ഇന്ന് അവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് അഡ്മിഷനായി. ഫസ്റ്റ് ഡേ ആയിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. അപ്പം കുറച്ച് പോർഷൻസ് മിസ്സായിട്ടുണ്ട് അവൾക്ക്. ഇവിടെ ആക്ച്വലി April 6 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇപ്പോഴാണ് ഐഡി ഒക്കെ അടിച്ചിട്ട് ക്ലാസ്സിൽ നിന്നാണ് വിട്ടു തുടങ്ങിയത്. അപ്പൊ കുറെ അധികം പോർഷൻസ് മിസ്സായിട്ടുണ്ട്, കവറപ്പ് ചെയ്ത് എടുക്കണം. ഓക്കെ. ഫാത്തിമ ഇനിയിപ്പോ കോഴ്സ് കഴിയുമ്പോൾ അവിടെ ട്രൈ ചെയ്യാനാണോ? ഞാനപ്പം ഇവിടത്തെ എംബസി സ്കൂളിലാണ് മോളെ ചേർത്തിരിക്കുന്നത്. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോണ്ടിസോറി ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ളത്. അപ്പൊ അവര് പറഞ്ഞത് ഓക്കെ ആണ്, ഇപ്പൊ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇട്ടിട്ടോളൂ. ഞാനിപ്പം മെസ്സേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡിഗ്രി വെച്ചിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കിട്ടും, പക്ഷെ ഇതും കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ചും കൂടെ വാല്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു. ഒരാളും കൂടി ഇല്ലേ? ചെറിയൊരാളും കൂടി ഇല്ലേ? ചെറിയ ആളുണ്ട്, 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉറങ്ങാണ് ഇപ്പോ. അത് കാരണമാണ് ഇന്ന് മര്യാദക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയത്. അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറലുണ്ട്, പക്ഷെ എനിക്കൊന്ന് അറ്റൻഡ് ചെയ്യാൻ നേരെ നമ്മൾ കയറുന്നതും ഫുൾ മൈൻഡിൽ ഇരിക്കണതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പം ഇന്നിപ്പോ ആളെ ഉറങ്ങിക്കഴിഞ്ഞപ്പോ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ? ഡേ കെയർ പോലെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ? ഡേ കെയർ പോലെ ഫെസിലിറ്റീസ് ഉണ്ടാവും. അത് നെക്സ്റ്റ് ഇയർ ആവുമ്പോൾ അവൾക്ക് 3 ഇയേഴ്സ് ആവുമല്ലോ. അപ്പൊ സ്കൂളിൽ തന്നെ പ്ലേ സ്കൂൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുന്നു. ഏപ്രിലാണല്ലോ ഇവിടെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പത്തേക്കും നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് വിചാരിക്കും. ക്ലാസ്സിൽ കുറച്ചുള്ള ഒരു പേരുള്ള പോലെ തന്നെ കോൺവെക്കേഷനും കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. ഹലോ മിസ്സേ, എന്തോ? എന്റെ പേര് റംലത്ത്. ഞാനിപ്പോ 2-3 മാസമായി ക്ലാസ് തീരെ ജോയിൻ ആവാത്തത്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാൻ മിസ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വർക്കൊക്കെ ലാസ്റ്റ് തന്നാ പോരെ എന്നൊക്കെ പറഞ്ഞപ്പോ സാറിനെ വിളിച്ചോണ്ടൊരു സാറ് പറഞ്ഞു ഓക്കെ ലാസ്റ്റ് തന്നാ മതി. ഞാൻ ഇനിയിപ്പോ എനിക്ക് 8th ഒക്കെ തുടങ്ങണം, വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ എപ്പായിരിക്കും എക്സാം വരിക നമുക്ക്? നിങ്ങള് ഒക്ടോബർ 1st വീക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നല്ലേ പറഞ്ഞേ? മിക്കവാറും ഓഗസ്റ്റിലായിരിക്കും. 2 months എന്തായാലും കിട്ടും. PG ആണോ റംല? PG അല്ല, ഡിപ്ലോമയാണോ? ഓക്കെ. PGയുടെ ക്ലാസ് 26 സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് PG ഉള്ളവർക്ക് 26 PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്ര പേരേ ഉള്ളൂ ഡിപ്ലോമക്കാര്? കുറച്ചാളല്ലേ ഉള്ളു ഇതില്? ഞാൻ എല്ലാ ദിവസവും ഒന്ന് ചോദിക്കുന്നത്, കുറച്ചൊന്നും അല്ല, അതിൽ കൂടുതലുണ്ട്. 100 എത്രയാ 200 അടുത്തുണ്ടെന്നല്ലേ പറഞ്ഞേ? ഉണ്ടെന്ന് തോന്നുന്നു. സ്റ്റുഡൻസ് ആണ് ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുള്ളത്. ബാക്കി എത്ര പേരുണ്ടെന്നുള്ളത് അറിയില്ല. ആഡ് ആയവരുണ്ട്. ഗീത ചേച്ചി ഒന്നും ഇപ്പൊ ഇതില് ക്ലാസ്സിൽ ആക്റ്റീവ് ആണ്, ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാരാ. ഓക്കെ. അപ്പൊ റംല അത് സമയമെടുത്ത് അതിനനുസരിച്ച് ചെയ്താൽ മതി. എക്സാം എന്തായാലും ഓഗസ്റ്റ്, കാരണം എക്സാം നമുക്ക് മോഡൽ എക്സാം ഉണ്ടാവും, പിന്നെ മെയിൻ എക്സാം. എന്തായാലും 7 സബ്ജക്റ്റ് ഉണ്ടല്ലോ, 2 weeks എന്തായാലും എടുക്കും.
2 അല്ല 3 വീക്സ് എടുക്കും. സ്റ്റഡി ലീവും ഒക്കെ കൂടെ വരുമ്പോഴേക്കും മോഡൽ എക്സാമും മെയിൻ എക്സാം ഒക്കെ തീരുമ്പോഴേക്കും ഒരു 3 വീക്സ് എന്തായാലും വരും. അപ്പൊ ഓഗസ്റ്റിൽ എക്സാം നടത്തുന്ന രീതിയിലായിരിക്കണം. പിന്നെ വൈവ ഉണ്ടാവും, വൈവയുടെ സെഷൻ. വൈവ വരുമ്പോഴാണ് നമ്മളുടെ ആക്ടിവിറ്റീസ്, അസൈൻമെന്റ് എല്ലാം റെക്കോർഡ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. അറ്റ് ദ ടൈം ഓഫ് വൈവ. മിസ് പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യണം നിർബന്ധമല്ലേ? പ്രാക്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യുന്ന കാര്യമാണോ ചോദിക്കുന്നത്? അതെ. ഇറ്റ്സ് നോട്ട് കമ്പൽസറി. ആക്ച്വലി അത് നിർബന്ധമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ബട്ട് നിങ്ങൾ തന്നെ സ്വയം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ഫസ്റ്റ് ബാച്ച് നിങ്ങൾ നേരിട്ട് അവിടെ വരട്ടെ. ഞങ്ങൾക്കും താല്പര്യമുള്ള കാര്യമായിരുന്നു അത്. കാരണം അത് നേരിട്ട് വന്ന് തന്നെ തൊട്ട് നോക്കി ചെയ്തു നോക്കി നമ്മൾ തന്നെ ചെയ്തു നോക്കണം. അപ്പോഴാണ് അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഞങ്ങൾ ഓൺലൈനായിട്ട് ക്ലാസ്സിൽ ഡെമോ ചെയ്യും, ഡെമോ പോലെ കാണിക്കും. ബട്ട് അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഇപ്പൊ നമ്മൾക്കറിയാം 5 സെൻസസ് യൂസ് ചെയ്തിട്ടുള്ളത്, ടച്ച് ചെയ്ത് നോക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഡെമോ കാണിച്ചാലും എത്രത്തോളം നമുക്കത് മനസ്സിലാവും എന്നുള്ളത് അറിയില്ലല്ലോ. അത് നമ്മളൊന്നും നിർബന്ധമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എക്സാം വൈവ എന്തായാലും അറ്റൻഡ് ചെയ്യണം. കാരണം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മിനിമം മാർക്ക് ഇട്ട് സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും തരേണ്ടതായിട്ട് വരും. എക്സാം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യില്ല കേട്ടോ. വൈവ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ മിനിമം മാർക്ക് ഇട്ട് മാർക്ക് ലിസ്റ്റ് തരേണ്ട വരും. മിനിമം 36 or 38 അത്രയും കണ്ടാ തോന്നും 100-ല്. വൈവ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ്. എക്സാമിന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ അവിടെ മാർക്ക് പോയി, അത് പിന്നെ കിട്ടില്ല. പക്ഷെ വൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് അറ്റൻഡ് ചെയ്യാൻ റെഡി ആവുമ്പോ തന്നെ നമുക്ക് ആ കുട്ടിക്ക് മാർക്ക് കൊടുക്കണം എന്നൊരു ഫീല് വരുക. എന്തെങ്കിലും ചെയ്തോ ചെയ്തില്ല എന്നുള്ളത് അതിന്റെ അടുത്ത സ്റ്റെപ്പാണ്. വൈവ ശരിക്കും ഒരു മോക്ക് ഇന്റർവ്യൂ പോലെ തന്നെയാണ്. നിങ്ങളൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ അവര് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ഒരു മോക്ക് ഇന്റർവ്യൂ പോലെ തന്നെയാണ് നമ്മൾ വൈവ കണ്ടക്ട് ചെയ്യുന്നത്. അതൊരു പ്രാക്ടീസ് ആണല്ലോ. അല്ലാണ്ട് പേടിപ്പിക്കാനൊന്നും അല്ല വൈവ ചെയ്യുന്നത്. ആ ഒരു മോണ്ടിസോറി മെത്തേഡ് ഉള്ളിൽ കയറിയിട്ടുണ്ടോ ആള്, ഷീസ് ഓക്കെ ഫോർ ദ ജേർണി ഓഫ് എ ഫെസിലിറ്റേറ്റർ എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഒരിടത്ത് ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ വിൽ പെർഫോം, അല്ലെങ്കിൽ ആ സ്കൂളിന് അതൊരു ആളൊരു അസറ്റ് ആണ്, ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്ന് മനസ്സിലാക്കാനാണ് വൈവ കണ്ടക്ട് ചെയ്യുന്നത്. ബട്ട് അസൈൻമെന്റ് ആക്ടിവിറ്റി ഒക്കെ കുറെ പേര് ചെയ്യുന്നു, കുറച്ചു പേര് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫറൻസ് മാർക്കിലുണ്ടാവും. പിന്നെ അസൈൻമെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു വിട്ടുവീഴ്ച കേട്ടോ. അവർക്ക് ഫുൾ മാർക്ക് എന്തായാലും കിട്ടും. ചെയ്യാത്തവരോട് ആ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. അവർക്ക് അതിനെപ്പറ്റി അവർ അവെയർ ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അവിടെ ഒരു മാർക്ക് അവർക്ക് കിട്ടും. ഇപ്പോ ഫിസിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ്, പേഴ്സണൽ ഇഷ്യൂസ്, അതുപോലെ ഡെലിവറി, പ്രഗ്നന്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഒക്കെ നമ്മള് അതൊക്കെ ഒരു കൺസിഡറേഷൻ കൊടുക്കും. ജെനുവിൻ ആണെങ്കിൽ. അല്ലാതെ എന്താ അസൈൻമെന്റ് എഴുതാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എഴുതിയില്ല, ആ ഒരു മറുപടി എന്താ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ us to give മാർക്സ്. കാരണം ഒരു സൈഡിൽ നിന്ന് നല്ലപോലെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കൺസേൺ ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നത്, ഇത് ക്ലാസ് ആണെന്ന് എനിക്ക് അറിയില്ല. അതിന് മുമ്പ് എന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ അസൈൻമെന്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങളൊരു ക്വസ്റ്റ്യൻ തരുന്നു, നിങ്ങളത് അസൈൻമെന്റ് ആയിട്ട് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. എന്താ അതിന്റെ ഉദ്ദേശം? നമുക്ക് കൂടുതലായിട്ട് ഒരു കാര്യത്തെ പറ്റി നമുക്ക് കണ്ടെത്താനാവും. കുറച്ചും കൂടി ഉള്ളിൽ കയറും. അതെ, മാർക്ക് കിട്ടാനാണോ? അല്ല, നമ്മൾ റിസർച്ച് ചെയ്യുമ്പോ നമുക്ക് ആ ഐഡിയ കറക്റ്റ് എന്താണോ അത് മീൻ ചെയ്യുന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാണ്ട് തന്നെ അത് ഇൻബിൽട്ട് ആയിട്ട് കയറിപ്പോവും. അസൈൻമെന്റ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബാച്ചില് 100-200 പേര് കാണും. ഇപ്പൊ നമുക്ക് 13ാമത്തെ ബാച്ചായി. അതിൽ 1, 2, 3 ഇപ്പൊ പുറത്തിറങ്ങി. 4th ബാച്ച് ഡിപ്ലോമയുടെ മെയിൻ എക്സാം കഴിഞ്ഞ് വൈവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. PGയുടെ എഴുതാനുള്ള ഒരു PG എക്സാമിന് വെയിറ്റ് ചെയ്യുന്നു. അത്രയും 3 ബാച്ച് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ 4th തുടങ്ങി ആക്റ്റീവ് ആണെന്ന് തന്നെ പറയാം. 4th-കാരുടെ അസൈൻമെന്റ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞു. അപ്പൊ 4th-കാരെ അങ്ങ് മാറ്റി വെക്കാം. PG ഉണ്ടെങ്കിലും അവരങ്ങ് മാറ്റിക്കാം. 5th തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. അസൈൻമെന്റിന് ഇത്രയും പേരുടെ ഇരുന്ന് ഞാൻ തരുന്ന അസൈൻമെന്റ് എനിക്ക് വാല്യൂ ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ടെക്നിക്കൽ ടീമാണ്. അസൈൻമെന്റ് കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് ഷെയർ ചെയ്യും. അവരാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പൊ മാർക്ക് ആരുടെയും കുറയ്ക്കുന്നൊന്നുമില്ല. എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ കൊടുത്തു പോകുന്നുണ്ട്. എന്തെങ്കിലും ഒന്നും ഇല്ലാന്ന് കാണുമ്പോഴേ ചെറിയൊരു ഡിഡക്ഷൻ അതിൽ വരുന്നുണ്ട്.
ഒരു കുട്ടിയുടെ കൺസേൺ ഇതാണ്, 10 പേജ് എഴുതിയ ഒരാൾക്കും 1 പേജ് എഴുതിയ ഒരാൾക്കും ഫുൾ മാർക്ക്. എന്താ ഇതിന്റെ ക്രൈറ്റീരിയ? അത്രയും ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ട് അത് എഫേർട്ട് എടുക്കാത്തവർക്കും അങ്ങനെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അത് 10 പേജ് എഴുതിയ ആള് നല്ല വൈഡായിട്ട് എഴുതിയിട്ടുണ്ടാവും. 1 പേജ് നല്ല കണ്ടന്റോട് കൂടിയിട്ട് എഴുതിയിട്ടുണ്ടോ, ഇമ്പോർട്ടന്റ് കണ്ടന്റ് മാത്രമേ എഴുതിയിട്ടുണ്ടോ. പിന്നെ മിസ് ഓരോരുത്തർക്ക് എഴുതാനുള്ള ശൈലി ഉള്ള പോലെ എഴുതുന്ന രീതിയായിരിക്കില്ലേ ഒരാൾ. ഒരു മിനിറ്റ് പറയൂ അജിന, പറയൂ. ശ്യാമു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചാൻസ് യുവേഴ്സ്. അജിന പ്ലീസ്. ഓരോരുത്തർക്ക് എഴുതാനുള്ള കണ്ടന്റ് വേറെ രീതിയിലായിരിക്കില്ലേ ഓരോരുത്തർ പേപ്പറിൽ എഴുതുക. അപ്പം എഴുതുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി ആ കണ്ടന്റ് വെച്ച് മാത്രം അതിന്റെ ആൻസർ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ പേപ്പറിൽ മര്യാദയ്ക്ക് എഴുതാൻ അറിയാത്ത കുട്ടികളാകുമ്പോൾ അത് കുറച്ചും കൂടെ ലെങ്ത് ആയിട്ട് എഴുതും. രണ്ടും മിസ് വാല്യൂ ചെയ്യുന്ന സമയത്ത് രണ്ടിലും ഒരു ആൻസർ കിടക്കുന്നുണ്ടാവും. അപ്പൊ അത് രണ്ടും ഒരു മാർക്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ എഫേർട്ട് എടുക്കാത്തതിന്റെ കാര്യമല്ലല്ലോ, എഫേർട്ട് രണ്ട് എഴുതുന്ന ആൾക്കാരും എടുക്കുന്നുണ്ട്. പക്ഷെ അത് പ്രസന്റ് ചെയ്യുന്നത് 2 രീതിയിലാണെന്ന് മാത്രം. ഞാൻ നോട്ട് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, ഈ ഒരു കാര്യം എനിക്ക് എല്ലാ ബാച്ചിനോടും ചോദിക്കണം. ചോദിച്ച ബാച്ചിനൊന്നും എഴുതി വെക്കുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അതെന്താണ്? ഓക്കെ, ശ്യാമള കുമാർ എന്താ പറഞ്ഞത്? മിസ്, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് അടിസ്ഥാനത്തിൽ എഴുതുക എന്നുള്ളതാണ്. നേരത്തെ തൊട്ട് സ്കൂളിൽ വെച്ച് നമുക്കിപ്പോ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കാണും, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കാണും. അപ്പൊ നമ്മൾ 10 മാർക്ക് 20 മാർക്കിനും ഒരു ക്വസ്റ്റ്യൻ ഇല്ല, 10 മാർക്കിന്റെ ചോദിച്ചെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ അതനുസരിച്ച് എഴുതുക. ഇപ്പൊ 2 മാർക്കിനാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് എഴുതത്തുള്ളൂ. അങ്ങനെയുണ്ട് ഒരു ഡിഫറൻസ്. ഓക്കെ, ഫാത്തിമ എന്തോ പറയാമെന്നോ? ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മൾ അതിനൊരു എഫേർട്ട് എടുക്കണുണ്ടല്ലോ. 10 മാർക്കിനാണെങ്കിൽ പോലും ആ കണ്ടന്റ് എന്താണെന്നുള്ളത് നമ്മളത് റിസർച്ച് ചെയ്തിട്ടാണല്ലോ. 1 പേജ് എഴുതുന്ന കുട്ടിയാണെങ്കിലും 10 പേജ് എഴുതുന്ന കുട്ടിയാണെങ്കിലും സെയിം എഫേർട്ട് തന്നെ ആയിരിക്കും എടുക്കേണ്ടാവുക. രണ്ടാളും ഈ സംഭവം ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് അവർക്ക് മനസ്സിലായതാണല്ലോ ഈ അസൈൻമെന്റ് ആയിട്ട് എഴുതുന്നത്. അപ്പം ഈക്വലി അത് എത്ര പേജ് എന്നുള്ള പേജിന്റെ അട്ടി നോക്കിയിട്ടോ അതിന്റെ വെയിറ്റ് നോക്കിയിട്ടോ അല്ലല്ലോ അതിൽ മാർക്ക് ചെയ്യുക, അതിന്റെ കണ്ടന്റും വാല്യൂ നോക്കിയിട്ടല്ലേ. വാട്ട് വാസ് മൈ ക്വസ്റ്റ്യൻ? ഞാൻ എന്താ ചോദിച്ചത്? ഓക്കെ, നിങ്ങൾ എല്ലാവരും ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കാര്യം പറഞ്ഞു. ആ കുട്ടി പറഞ്ഞത്, അത് എനിക്കിത് ന്യൂ ബാച്ച് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കുട്ടി പറഞ്ഞത് ഇത്രയും എഫേർട്ട് എടുത്ത് എഴുതി, എനിക്കും 10 മാർക്ക് കിട്ടി, 1 പേജ് എഴുതിയ ആൾക്കും 10 മാർക്ക് കിട്ടി. എക്സ്ക്യൂസ് മീ മിസ്, അതില് ആ 1 പേജ് എഴുതിയെങ്കിലും അതിൽ എല്ലാ പോയിന്റ്സും ഉണ്ടായിരിക്കും. എക്സാമിന് എപ്പോഴും വാല്യൂ ചെയ്യുന്നത് പോയിന്റ്സ് ആണ്. അല്ലെങ്കിൽ തരണം ഇതൊരു 1000 വേർഡിൽ എഴുതുക, അല്ലെ 500 വേർഡിൽ എഴുതുക എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ വേണം. അതില്ലാത്തപ്പം ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എത്ര പോയിന്റ്സ് വേണ്ടത്, ആ പോയിന്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ അതിന് ഫുൾ മാർക്ക് കൊടുക്കും. അത് ഓരോ പോയിന്റ്സും കുറെ വാസ്റ്റ് ആയിട്ട് എഴുതിയിട്ടൊന്നും കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, വെയിറ്റ്, ഞാൻ തരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അസൈൻമെന്റ് എല്ലാ ബാച്ചിനും കൊടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ് ഈസ് ഇൻ യുവർ ഹാൻഡ്. If anyone says anything and you feel down, then that means the remote control of your happiness is in their hand. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരുന്നോ? തന്നിരുന്നു. ആൻസർ എല്ലാവർക്കും ഒന്ന് തന്നെയാണോ? അല്ല, ഡിഫറെന്റ് ആണ്. ഞാൻ എഴുതും ഒരു സെന്റൻസിൽ, യെസ് ദ റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ മൈ ഹാപ്പിനെസ് ഇസ് ഇൻ മൈ ഹാൻഡ്, നോട്ട് ഇൻ എനിവൺ. കഴിഞ്ഞു എന്റെ അസൈൻമെന്റ്. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, എന്റെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിലാണ്. വേറൊരാൾ കഥ എഴുതുവാണ്, എന്റെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ ഇതുവരെയും വേറെ ആൾക്കാരുടെ കയ്യിലായിരുന്നു, ഇപ്പൊ എനിക്ക് മനസ്സിലായി അത് എന്റെ കയ്യിൽ തന്നെ വരണം, ഇനി ഞാനത് ആർക്കും കൊടുക്കില്ല. യെസ്, അതും ശരിയല്ലേ? ശരിയാണ് അല്ലേ? അതും ശരിയല്ലേ? വേറൊരാള് എക്സ്പീരിയൻസ്, ഒരു ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം വെച്ചിട്ട് എഴുതുക, അതും ശരിയല്ലേ? ഞാൻ വൈവയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കൂ കേട്ടോ. പിന്നെ വളരെ ഭംഗിയായിട്ട് എനിക്കൊരു ആൻസർ തന്നൊരു കുട്ടിയുണ്ട്, വിഷ്ണുപ്രിയ. കോൺവെക്കേഷൻ കഴിഞ്ഞിറങ്ങിയത്. വിഷ്ണുപ്രിയ പറയാം, മാം അങ്ങനെ നമ്മൾ ആ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം നമ്മൾ വിചാരിച്ചാലും സംടൈംസ് നമുക്ക് അത് നടക്കുന്നില്ല. എന്താ അങ്ങനെ? നമ്മൾ ഒത്തിരി റിലേഷൻഷിപ്പില് ഒത്തിരി നോട്ടുകളിലാണ്, അതായത് ലൈഫ് പാർട്ട്ണർ, പാരന്റ്സ്, ഇൻലോസ്, സിബ്ലിങ്സ്, ഫ്രണ്ട്സ്, ഓഫീസിലെ കൊളീഗ്സ്, നമ്മളുടെ കുട്ടികൾ, അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഈ റിമോട്ട് കൺട്രോൾ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അത് പലരെയും ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നു, അവരുടെ കയ്യിലായി പോകും ചില സമയത്ത്.
ആ കുട്ടി അത് എന്നോട് ചോദിക്കുമായിരുന്നു. വൈവ നടത്തുവാണെങ്കിലും ഷീസ് ആസ്കിങ് മീ, എന്താ അതങ്ങനെ, നമുക്കത് പറ്റുന്നില്ലല്ലോ, നമുക്കത് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ അതൊരു ബെസ്റ്റ് ആൻസർ ആണ്. ചോദ്യമാണ് ചോദിച്ചെങ്കിലും ദാറ്റ് വാസ് ദ ബെസ്റ്റ് ആൻസർ. ഇത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്, അവരുടെ വ്യൂസ് ഡിഫറെന്റ് ആണ്. ഒരാൾ അതൊരു സെന്റൻസ് കൊണ്ട് എഴുതി, അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, വാട്ട് മെത്തേഡ് വി ആർ ലേണിംഗ് ഹിയർ. നമ്മളിവിടെ എന്ത് മെത്തേഡാണ് പഠിക്കുമല്ല, നമ്മൾ എന്ത് മെത്തേഡിലൂടെയാണ് കടന്നു പോകുന്നത്. മോണ്ടിസോറി മെത്തേഡ്. മോണ്ടിസോറി മെത്തേഡ്. എന്താണ് അവിടെ? കോമ്പറ്റീഷൻ ഇല്ല, റിവാർഡ്സ് ഇല്ല, പണിഷ്മെന്റ് ഇല്ല, അല്ലെ, കമ്പാരിസൺ ഇല്ല. സോ ആ മോണ്ടിസോറി മെത്തേഡ് ആ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുള്ള വളരെ വളരെ ഇന്നസെന്റ് ആയിട്ട്, നിഷ്കളങ്കമായിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരുന്നത്. എനിക്ക് ഡയറക്റ്റ് കിട്ടിയതല്ല, നമ്മുടെ ജയദേവ് സാറിനെയാണ് ആ കുട്ടി കോണ്ടാക്ട് ചെയ്തത്. അതിനാകെ വിഷമായി. കാരണം ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് എഴുതിയിട്ടും എന്റെ അസൈൻമെന്റ് അതിന് ഫുൾ കിട്ടി, പക്ഷെ വേറൊരാൾക്ക് കിട്ടി. പുള്ളിക്കാരി അതാണ് ഡിസ്റ്റർബ്ഡ് ആയത്. ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തു, മേ ബി അത് 2-3 ദിവസം എഫേർട്ട് എടുത്തിട്ടായിരിക്കും അസൈൻമെന്റ് എഴുതിയത്. പക്ഷെ ഒരാൾ ഒരു എഫേർട്ട് എടുത്താൽ ചിലപ്പോൾ ആരുടെയും കോപ്പി ചെയ്തിട്ടുണ്ടാകാം, ഗൂഗിളിൽ നിന്ന് അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് അവിടെ. അപ്പൊ അത് ആ ഒരു തോട്ട് നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ പ്യൂരിഫൈഡ് ആയിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഈ മോണ്ടിസോറി മെത്തേഡിലൂടെ കടന്നുപോയി ഞാനും നിങ്ങളും ഒരുമിച്ച് പ്യൂരിഫൈഡ് ആയിക്കൊണ്ടേയിരിക്കണം. എനിക്ക് വിഷ്ണുപ്രിയ എന്നോട് തിരിച്ചു ചോദ്യം ചോദിച്ചപ്പോ ശരിക്കും ഞാൻ കുറെ നേരം അതിനെപ്പറ്റി ചിന്തിച്ചു. ശരിയാണല്ലോ, എല്ലാ ടൈമും എന്റെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിൽ വെക്കാൻ പറ്റില്ല. അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നില്ല, എന്റെ കയ്യിൽ എനിക്ക് വെക്കാൻ പറ്റാറില്ല. മിസ് ക്വസ്റ്റ്യൻ തന്നപ്പോ ഞാൻ അങ്ങനെയാണ് ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നത്. കുറച്ചാദ്യം നമ്മൾ അങ്ങനെ ഇരുന്നു, ഓക്കെ നമ്മൾ അഗ്രി ചെയ്യുന്നു എന്നായിട്ട് എഴുതി. പിന്നെ സം ടൈം നമ്മൾ അവരെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണ്ടി വരും, പാരന്റ്സിനെ അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, ഹസ്ബൻഡിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയായിട്ട് എഴുതിയത് ഒരു പാരഗ്രാഫായിട്ടാണ് കൺക്ലൂഷൻ ചെയ്തത്, അവസാനിപ്പിച്ചത്. വെരി ഗുഡ് മഞ്ജുഷ. കാരണം അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അല്ലാണ്ട് നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യം മാർക്കിന് വേണ്ടി നമ്മൾ എഴുതി വെക്കുകയല്ല ശരിക്കും ചെയ്യേണ്ടത്, അല്ലെ. നമ്മളിപ്പോ 10 പേരുടെ അടുത്ത് ഹെൽത്ത് എന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, നിങ്ങൾ എന്താ, അപ്പൊ അവരെല്ലാം അവരുടെ ഹെൽത്ത് വെച്ചിട്ടാ പറയുന്നത്, അല്ലെ. അതിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മളൊരു ഡെഫിനിഷൻ എഴുതുക ഹെൽത്തിന്. ഈ തന്ന അസൈൻമെന്റ് ഒന്നും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എഴുതേണ്ട കാര്യമൊന്നും അല്ല ശരിക്കും. ഇതെല്ലാം ഓരോരുത്തരുടെ എക്സ്പീരിയൻസിൽ നിന്ന് എഴുതേണ്ടതാണ്. അവിടെ ഒരു എഐയോ ഗൂഗിളോ വേണ്ട. നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ ക്രിയേറ്റിവിറ്റി വർക്ക്ഔട്ടായി നമ്മളുടെ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമ്മളത് എഴുതാൻ. അല്ലാണ്ട് ഗൂഗിളിനോടും എഐയോടും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ആൻസർ അല്ല സത്യം പറഞ്ഞത്. അവിടെ വിഷ്ണുപ്രിയയുടെ ചോദ്യം ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു. അപ്പൊ വിഷ്ണുപ്രിയക്ക് ആ വൈവേല് ഞാൻ വിഷ്ണുപ്രിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തിരിച്ച് ചോദിക്കാമെന്നല്ലോ. അവിടെ ഷീ ഡെവലപ്ഡ് ആ ഒരു മോണ്ടിസോറി മെത്തേഡിലൂടെ വിഷ്ണുപ്രിയ കറക്റ്റ് കടന്നുപോയത് കൊണ്ടാണ് വൈവ സമയത്ത് എന്നോട് ചോദിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. സാധാരണ വൈവ എടുക്കുന്ന ടീച്ചർമാരൊക്കെ ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ പറഞ്ഞോളണം. വിഷ്ണുപ്രിയക്ക് അത് ചോദിക്കാനുള്ള ഒരു സ്പേസ് ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പൊ വിഷ്ണുപ്രിയ കറക്റ്റ് ആ മോണ്ടിസോറി മെത്തേഡിലൂടെ കടന്നുപോയി. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു പൊട്ടൻഷ്യൽ വന്നത്. അവരത് അനലൈസ് ചെയ്ത് എന്നോട് ഇത് ചോദിച്ചു. ഇവിടെ നമുക്ക് റിവാർഡ്സ് ഇല്ല, പണിഷ്മെന്റ് ഇല്ല, നമ്മൾ കമ്പാരിസൺ ഇല്ല, കോമ്പറ്റീഷൻ ഇല്ല, മാർക്കോ ഗ്രേഡോ ഒന്നുമില്ല. ബട്ട് ഇതൊരു കോഴ്സാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതും ഇതെല്ലാം. പക്ഷെ ഈ എക്സാം നടത്തുമ്പോഴും വൈവ നടത്തുമ്പോഴും നമ്മളുടെ ഉദ്ദേശം നമ്മുടെ കുട്ടികളെല്ലാം മോണ്ടിസോറി മെത്തേഡിലൂടെ കടന്നു പോയോ. ഓരോ ബാച്ചിന്റെ കഴിയുന്തോറും, ഇപ്പൊ 13ാമത്തെ ബാച്ചിൽ എത്തി നിൽക്കുക കേട്ടോ. ഓരോ ബാച്ച് കഴിയുന്തോറും നമ്മൾ ആ ഒരു നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ പഠിച്ചല്ലോ, ഒരു ലേണിംഗ് എൻവയോൺമെന്റിലൂടെ, ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. അതിന്റെ എക്സ്പീരിയൻസസ്, അതിന്റെ ഫ്രൂട്ട്സ് കിട്ടുന്നത് സ്റ്റുഡന്റ് മാത്രമല്ല ഫെസിലിറ്റേറ്റർക്കും കൂടിയാണ്, അല്ലെ. ഓരോ ബാച്ചും എന്നെ ബെറ്റർ ആക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും പഠിക്കുന്നു, വീണ്ടും വീണ്ടും ഞാൻ വളരുന്നു. അല്ലാണ്ട് ഞാൻ എല്ലാം തികഞ്ഞ ഒരാളല്ല. നിറയെ ഫ്ലോസ് ഉണ്ട്. ഈ ഫ്ലോസ് മാറി ഇങ്ങനെ എന്താ പറയാ, നമ്മൾ തൂക്കി തെളിയാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയി വരും ഓരോ ബാച്ച് കഴിയുന്തോറും. ഈ കുട്ടി എനിക്ക് ഭയങ്കര ഒരു ആളെ ഒന്ന് നേരിട്ട് കാണണം, നേരിട്ട് അറിയണം, എന്താണെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. അത് ഞാൻ നിങ്ങളുടെ ക്ലാസ് ചോദിച്ചപ്പോ ഈ ബാച്ചിലെല്ലായിരിക്കും
കാരണം പുതിയ ബാച്ചിലായിരിക്കും, അവർക്ക് ആ മോണ്ടിസോറി മെത്തേഡ് ആവണല്ലേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് എല്ലാം എന്തോ ഒരു ഞാൻ നല്ലപോലെ ചെയ്യണം, നീറ്റായിട്ട് ചെയ്യണം, എല്ലാ കണ്ടക്ട്സും ഉണ്ടാവും, ആ ഒരു ഫീലോട് കൂടിയായിരിക്കും. ചില കുട്ടികൾ ഉണ്ടാവും മിസ്സേ അങ്ങനെ, എനിക്ക് ഫസ്റ്റ് ആവണം, അങ്ങനെ സാക്രിഫൈസ് ചെയ്യാത്തത്. പക്ഷെ മോണ്ടിസോറി മെത്തേഡ് സാക്രിഫൈസ് ആണെന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കും. ഇവിടെ ഒരു അസൈൻമെന്റ് ചെയ്യാണ്, ഞങ്ങൾ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യും, എങ്ങനെയാ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്. അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഉഷ ചേച്ചിനോടാണെങ്കിൽ ഗീത ചേച്ചിനോടൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട്. അപ്പൊ അവര് ചെയ്ത മോഡൽ എന്താണെന്ന് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, നീ ഇതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് നിന്റെ രീതിയിലേക്ക് മാറ്റിയിട്ട് നീ ചെയ്തോന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് റെസിപ്രോക്കൽ ഹെൽപ്പ് ആണ് അവിടെ നടക്കുന്നത്. അതാണ് പറഞ്ഞത്. പക്ഷെ ആ കുട്ടിക്ക് തിരിയാത്തത് കൊണ്ടായിരിക്കാം. അതെ അതെ. എനിവേ നമുക്ക് ആളെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ആരാന്നൊരു പിടി കിട്ടിയിട്ടില്ല. ഞാനത് നിങ്ങളുടെ ബാച്ചിനോട് ഫസ്റ്റ് ഇത് ഷെയർ ചെയ്യണതേ. നിങ്ങളുടെ ആവില്ല എന്ന് എനിക്കറിയായിരുന്നു, കാരണം 7th ബാച്ച് അല്ലേ, നിങ്ങൾ അതിലൂടെ കടന്നുകൊണ്ടിരിക്കുവല്ലേ. ഓക്കെ, അങ്ങനെ ഒരു കാര്യം അതാണ്. അപ്പൊ then നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മള് എൻവയോൺമെന്റിലല്ലേ ഇപ്പോ, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അതെ അതെ. എത്ര റെക്കോർഡ്സ് ആയി? മൂന്നെണ്ണം ഇത് പറഞ്ഞു, ഞങ്ങൾ ചെയ്തു. ഇനി 4ാമത്തതാ ചെയ്യണ്ടേ. 4ാമത്തെ പറഞ്ഞു തന്നോ? ഇല്ല. 3 എല്ലാരും ഓൾമോസ്റ്റ് കംപ്ലീഷനിലാണോ? റംല അതിലേക്ക് ആയിട്ടുണ്ടാവില്ല അല്ലെ? ഇല്ല മിസ്സേ, ഞാനൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ഇത് ചോദിച്ചു കാരണം 4ാമത്തെ പറഞ്ഞു തരണോ, കാരണം ഇനിയിപ്പോ 4ാമത്തെ കുറച്ചുകൂടി സിമ്പിൾ ആണ്, അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞ് ഡീറ്റെയിൽസ് പറയട്ടെ എന്ന് വെച്ചിട്ട് അറിയാൻ വേണ്ടി ചോദിച്ചതായിരുന്നു. പറഞ്ഞോളൂ, ഞാന് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യും. കാരണം റംലോട് എനിക്കിപ്പം റെക്കോർഡ് ക്ലാസ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംലയ്ക്ക് നല്ല ടാസ്ക് ആയിരിക്കും അല്ലെ? നല്ല ടാസ്കാ. 2.5 വയസ്സുള്ള ഒരു മോനുണ്ട്, 2.5 വയസ്സായിട്ടില്ല. അതിന്റെ ഇടയിലാണ് ഇപ്പോ ഒരു കുട്ടിയുള്ളത്. ഇപ്പോ 1.5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു റംലേനെ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബ്രീഫ് ചെയ്യുക ഓരോ യൂണിറ്റും. റംലയ്ക്ക് വോയിസ് നോട്ട് ആയിട്ടോ 10 മിനിറ്റ്സോ 5 മിനിറ്റ്സോ വെച്ചിട്ട് ജസ്റ്റ് കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റംല PDF അയച്ചു കഴിഞ്ഞാൽ തന്നെ ദാറ്റ്സ് ഇനഫ്. 1 hour ക്ലാസ് കേൾക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിലപ്പോ നെസസറി ആയിരിക്കും ആ ഒരു സിറ്റുവേഷന്റെ ടോപ്പ് വരും. പക്ഷെ നമ്മളെ റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോൾ നമുക്കത് അൺനെസസറി ആയിട്ട് തോന്നും. ക്ലാസിന്റെ ഒരു ഇതിലിരിക്കുമ്പോൾ ഇറ്റ്സ് നെസസറി, നമ്മളിപ്പോ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഒരു റെക്കോർഡ് ക്ലാസ് കേൾക്കുന്ന ഒരാൾക്ക് അത് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് തോന്നും. അതുകൊണ്ട് ഇറ്റ് ഈസ് ബെറ്റർ, പ്ലീസ് ഹെൽപ്പ് ഹിയർ. നിങ്ങൾ ഓരോ യൂണിറ്റിന്റെ ഒരു 5 മിനിറ്റ്സ്, ഒരു 2 മിനിറ്റ്സിന്റെ വോയിസ് നോട്ട് തന്നെ ഇനഫ് ആയിരിക്കും, പിന്നെ വായിച്ചാൽ മതിയല്ലോ. ഓക്കെ, സോ ഞാൻ ആ റെക്കോർഡിന്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറയാം. ഞാൻ ആ റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. നമ്മളെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന കളിക്കുടുക്ക, മാജിക് പോട്ട്, സെയിം സംഭവം. പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക്. അങ്ങനെ ആകുമ്പോൾ, അങ്ങനെയുള്ള ബുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ അതിൽ ആക്ടിവിറ്റീസ് ഒന്നും കംപ്ലീറ്റഡ് ആയിരിക്കില്ല അല്ലെ? എല്ലാം കുട്ടി തന്നെ ചെയ്യേണ്ടതല്ലേ അല്ലെ? അല്ലെ? കുട്ടി തന്നെ ഇരുന്ന് അവന്റെ രീതിക്ക് അനുസരിച്ച് കളർ ചെയ്യുക, പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക, ഹൈഡിങ് അനിമലിനെ കണ്ടുപിടിക്കുക, ഇതൊക്കെ കുട്ടി തന്നെ ചെയ്യുന്ന. നമ്മുടെ 4th റെക്കോർഡും അങ്ങനെ ആയിരിക്കണം. ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒന്നും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യരുത്. എളുപ്പമായില്ലേ? ഓക്കെ. സ്കൂളിൽ പോകുമ്പോൾ ഈ റെക്കോർഡ് ഒന്നും കൊണ്ടുപോകരുത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ, അത് അങ്ങനെ കൊടുക്കരുത്. നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡ് അവരെ ചെയ്യിക്കണം. ഒരു പിക്ചർ കളർ ചെയ്യിക്കണം ക്രയോൺസ് യൂസ് ചെയ്തിട്ട്. ആ പിക്ചറിന്റെ 2-3-4 കോപ്പി കൊണ്ടുപോവുക, കുട്ടികൾക്ക് കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് കളർ ചെയ്യുക. അല്ലാതെ റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെഫറൻസ് ആണത്, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതല്ല. നമുക്ക് ആ ഓരോ ആക്ടിവിറ്റിയുടെ നോക്കിയിട്ട് അതിനനുസരിച്ച് കുട്ടികൾക്ക് ഓരോന്നും നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചെയ്ത റെക്കോർഡ് ഒന്ന് എടുക്കാം, എന്നിട്ട് പറഞ്ഞുതരാം.
ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന മാത്രമല്ല, പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ആഡ് ചെയ്യാം. അതായത് 4th റെക്കോർഡിന്റെ ടൈറ്റിൽ എഴുതിയേക്കുന്നത് റിലേറ്റ് ചെയ്ത് വരുന്ന എന്തും ആഡ് ചെയ്യാം. ഇതൊരു റെഫറൻസ് ഉള്ള ഒരു ടൈറ്റിൽസ് മാത്രമേ ഉള്ളൂ. താഴേക്കുള്ള തീംസ് എല്ലാം അതേ ഉള്ളൂ. കൂടുതൽ ചെയ്യണം, കൂടുതൽ ചെയ്യാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ അക്കോർഡിംഗ് ടു യുവർ ഇമാജിനേഷൻ. ഞാൻ ഇതിനകത്ത് മിക്കി മൗസിനെ പോലെ വരച്ചിരിക്കണേ. മിക്കി മൗസിന്റെ കയ്യിലൊരു ഷുഗർ ക്യാൻഡി പോലത്തെ സംഭവം ഉണ്ട്, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മിക്കി മൗസിന്റെ ഒരു ചെവി, അതും ഡോട്ടഡ് ലൈൻസിലാണ് കിടക്കുന്നത്. പിന്നെ കഴുത്തിലെ ബിബ്, അതും ഡോട്ടഡ് ലൈൻസിലാണ്. ഇത് തന്നെ വരയ്ക്കണമെന്നില്ല കേട്ടോ, ഏത് വേണേലും വരയ്ക്കാം. പക്ഷെ അവിടെ കംപ്ലീറ്റ് ചെയ്യാതെ ഇടുക, ഡോട്ടഡ് ലൈൻസ് ഇടുക. കുട്ടികൾ അത് ബോൾഡ് ലൈൻസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം അവരെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. പിന്നെ നെക്സ്റ്റ് വേർഡ് പസിൽ എഴുതിയിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, there are 4 animals hidden in the alphabets shown, trace them. നിങ്ങൾക്ക് ബേർഡ്സ് ആക്കി എഴുതണോ, ബേർഡ്സ് ആക്കി എഴുതാം. അനിമൽസ് മാത്രം ചെയ്യാം, ബേർഡ്സ് മാത്രം ചെയ്യാം, രണ്ടും ചെയ്യണം, അങ്ങനെയും ചെയ്യാം. അത് ഇതുപോലെ നമ്മൾ ബോക്സ് പോലെ വരച്ചിട്ട് ആൽഫബറ്റ്സ് ക്യാപിറ്റൽ തന്നെ കൊടുക്കുക. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന 4 അനിമൽസിന്റെ ആൽഫബറ്റ്സ് വരുന്ന രീതിയിൽ അടുത്തടുത്ത് വരണം. നോക്കിക്കഴിഞ്ഞാൽ വോൾഫ് കാണാം, ഫോക്സ് കാണാം, ഓക്സ് കാണാം, ലയൺ കാണാം. അപ്പൊ ആ രീതിയിൽ വേർഡ്സിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതാക്കിയിട്ട് ഒരു ബോക്സിൽ എഴുതാം. അടുത്തത് കുറേ പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. പിക്ചേഴ്സ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചു വരുന്നു കേട്ടോ, കുറെ പല ടൈപ്പ്. ഇപ്പുറത്തെ ഒരു ക്രോസ് വേർഡ് പോലെ കാണാം. അപ്പൊ ആ തന്നിരിക്കുന്ന ഇമേജിന്റെ എല്ലാം പേരുകള് ഈ ക്രോസ് വേർഡിൽ അക്രോസ് ആയിട്ടും കാണാൻ പറ്റുമായിരിക്കും, ഡൗൺ ആയിട്ടും കാണാൻ പറ്റുമായിരിക്കും. ഇതിനകത്ത് 2 എണ്ണം ഒരു മോഡൽ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കുട്ടികൾ ഫിനിഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പോ അത് ഇങ്ങനെ റൗണ്ട് ചെയ്യും. 2 എണ്ണമായിട്ട് ജിറാഫ് ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ റൗണ്ട് ചെയ്തിട്ടുണ്ട്, ജിറാഫും കാങ്കറും മാത്രം റൗണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം പിക്ചർ നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിക്ചേഴ്സ് ഇപ്പുറത്തുണ്ട്, ആ പിക്ചർ നോക്കി ചെയ്യാം. നമ്മൾ ആദ്യം എത്ര പിക്ചേഴ്സ് വേണം എന്നൊരു കാൽക്കുലേഷൻ നമുക്ക് വേണം. അത് ആ പിക്ചറിന്റെ വേർഡ്സ് പേര് വരുന്ന രീതിയിൽ ക്രോസ് വേർഡ് ചെയ്യണം. അപ്പൊ ഞാൻ ക്രോസ് വേർഡ് ചെയ്ത് വന്നപ്പോ എനിക്ക് ഒരു കോളം എക്സ്ട്രാ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വൈറ്റ് കളർ വെച്ചങ്ങ് മാറ്റി കളഞ്ഞു. ആദ്യം എനിക്ക് ആ ഒരു കൺഫ്യൂഷൻ കറക്റ്റ് കിട്ടിയില്ല, പിന്നെ അതൊന്ന് കറക്റ്റ് ആയി. ഇവിടെ സീബ്ര ഉണ്ട്, ടൈഗർ, പാരറ്റ്, ക്രോക്കഡൈൽ, പിന്നെ മങ്കി, കീ, ടാപ്പ്, ലാമ്പ്, എഗ്, ക്യാമൽ, ആപ്പിൾ, അങ്ങനെ കുറെ സാധനങ്ങൾ മിക്സ് ചെയ്ത് പല രീതി. ഓക്കെ മിസ്, അതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ വോൾഫ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഒന്നുകൂടി കാണിക്കോ ആ പേജ്? വേർഡ് പസിലാണോ? 4 അനിമൽസ് ഹിഡൻ ആണ്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങളൊരു കലണ്ടർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അറ്റ് പ്രസന്റ് കറന്റ്ലി ഉള്ള കലണ്ടർ ആയിരിക്കുമല്ലോ എന്നുള്ളത്. 2025 കലണ്ടർ ക്രിയേറ്റ് ചെയ്യുക. കലണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് 12 months കാണിക്കണം. ആ കലണ്ടറിനകത്ത് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഡ്സ് ആ കലണ്ടറിലെ ഓരോ ഭാഗത്തും ചെയ്യും. ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ ഈ സൈഡിൽ എഴുതി, മേക്ക് എ ബ്യൂട്ടിഫുൾ കലണ്ടർ എന്നുള്ളത്. എന്നിട്ട് കലണ്ടറിന്റെ ഫസ്റ്റ് മന്തായ ജാനുവരി സ്റ്റാർട്ട് ചെയ്തു. കറക്റ്റ് ഡേയും അതിന്റെ വരുന്ന ആ ഒരു ഡേയും ഒക്കെ കറക്റ്റ് വരണം കേട്ടോ. നമ്മുടെ 2025 കലണ്ടർ തന്നെ ആയിരിക്കണം, മാറിപ്പോരുത്. എന്നിട്ട് മുകളിലത്തെ പോർഷനിൽ വലിയ ഭംഗിയൊന്നും ആക്കിയില്ല. അതുപോലെ റെക്ടാങ്കിൾ വരച്ച് മുകളിലത്തെ ഒരു ചെറിയ പോർഷനിൽ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോട്ട് എഴുതി. സേ നോ ടു ചൈൽഡ് ലേബർ ആൻഡ് സേ യെസ് ടു ചൈൽഡ് എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെ എഴുതി. അങ്ങനെ എല്ലാ പേജിലും ജാനുവരി, ഫെബ്രുവരി, അങ്ങനെ ഡിസംബർ വരെയുള്ള പേജസ് അങ്ങനെ സെറ്റ് ചെയ്തു. ഞാൻ അങ്ങനെ തുടങ്ങിയത് റൈറ്റ് സൈഡിൽ നിന്നായിരുന്നു. നമുക്ക് 12 മന്തിന്റെ കാണിക്കണമല്ലോ. തീർന്നത് ഈ പേജിലായിരുന്നു കേട്ടോ. അത് ലെഫ്റ്റ് സൈഡ് പേജിലായിരുന്നു കലണ്ടർ ഫിനിഷ് ആയത്.
അപ്പൊ ഈ ഒരു പേജിൽ നമുക്ക് പുതിയ ആക്ടിവിറ്റി തുടങ്ങുന്നത് ഒരു സുഖമില്ലല്ലോ, കലണ്ടറിന്റെ ഭാഗം ഇവിടെ കിടക്കുന്നതല്ല. ഞാൻ ഈ പേജിൽ മറിയ മോണ്ടിസോറിയുടെ ഒരു കോട്ട് എഴുതി അങ്ങ് ഫിനിഷ് ചെയ്തു. എന്നിട്ട് അടുത്ത പേജിലായിരുന്നു ഫ്രഷ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തത്. ക്ലിയർ ആയോ കലണ്ടർ? ഗ്ലിറ്റർ ചെയ്തു. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പിക്ചർ എടുത്തിട്ട് അതിനെ 4 or 5 പാർട്ടായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ജിഗ്സോ പസിൽസിന്റെ ഒക്കെ ഏതാണ്ട് ഒരു രീതിയിൽ. ഞാനിവിടെ എലിഫന്റ് ആണ്, എലിഫന്റിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് പേസ്റ്റ് ചെയ്തേക്കുവാണ്. നമ്മൾ കുട്ടികൾക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് കട്ട് ചെയ്ത് പീസസ് ആയിട്ട് കൊണ്ടുപോകണം, അവരോട് ജോയിൻ ആക്കാൻ പറയണം. നെക്സ്റ്റ് നമുക്കൊരു പിക്ചർ ഉണ്ടാകും, അതിനെ പോലെ തന്നെ ഇരിക്കുന്ന 4 പിക്ചേഴ്സ് കൊടുക്കും. പക്ഷേ കോപ്പി ആണെങ്കിലും ചെറിയ ഡിഫറൻസസ് ഉണ്ട്. ഈ 4 പിക്ചേഴ്സ് നമ്മുടെ ആദ്യത്തെ മോഡൽ പിക്ചറുമായിട്ട് ഡിഫറൻസ് ഉണ്ടാകും. ഞാനിവിടെ ഒരു റാബിറ്റിനെയാണ് വരച്ചിരിക്കുന്നത്. എ എന്നുള്ളതാണ് നമ്മളുടെ മോഡൽ. താഴെ 1, 2, 3, 4 എന്ന് പറഞ്ഞ 4 എണ്ണത്തിന് വരച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ കാഴ്ചയില് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതിന്റെ ടെയിലിലെ ഡിഫറൻസ്, ആ മുസ്റ്റാഷ് മീശയിൽ ചിലതിന് 3, ചിലതിന് 4, ചിലതിന് 2 ഒക്കെ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ ആലോചിക്കുക, ഭയങ്കര ബുദ്ധി ഉപയോഗിക്കണമെന്നും ചെയ്യരുത്. കുട്ടികളുടെ ലെവലിലുള്ള ആക്ടിവിറ്റീസ്. ഓക്കെ, കളർ ചെയ്യാനൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒന്നും കൊച്ചു കുട്ടികൾക്ക് കൊടുക്കരുത്. നല്ല വലുപ്പമുള്ളത് അവർക്ക് നല്ല സുഖമായിട്ടിരുന്ന് കളർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു പിക്ചർ, ഈ പിക്ചർ കുട്ടികളെ കാണിക്കുക, കാണിച്ചിട്ട് അവരോട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറയുക. നെക്സ്റ്റ് റിവേഴ്സ് കളറിങ്. വൈറ്റ് പാർട്ട് മാത്രം കളർ ചെയ്യാം. ഈ ബട്ടർഫ്ലൈയില് ബാക്കി പോർഷനൊക്കെ ഡാർക്ക് ആക്കി വെച്ചിരിക്കുവാണ്. വൈറ്റ് ആയിട്ട് കാണുന്നത് മാത്രം കളർ ചെയ്യാൻ കൊടുക്കുക. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കുട്ടിയുടെ പവർ ഓഫ് അറ്റൻഷനും ഒബ്സർവേഷനും ഒക്കെ മനസ്സിലാവും. കാരണം അവൻ നേച്ചറിൽ ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഹി നോ ദാറ്റ് ബോത്ത് സൈഡ്സ് ആർ സിമെട്രിക്കൽ. അങ്ങനെ എനിക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ അവനറിയാം ലെഫ്റ്റിൽ യൂസ് ചെയ്യുന്ന കളർ തന്നെ റൈറ്റിൽ യൂസ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ചെയ്യിക്കരുത്, അവരെങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യട്ടെ. ചിലപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ലെഫ്റ്റും റൈറ്റും ഡിഫറെന്റ് ആയിട്ട് കുട്ടികൾ ചെയ്യും. അതും അപ്രീഷ്യബിൾ തന്നെയാണ്. നെക്സ്റ്റ് ഈസി മെത്തേഡ്, വരയ്ക്കാനായിട്ട് ഈസി മെത്തേഡ്. ഞാനൊരു ടെഡി ബെയറിനെയാണ് വരച്ചത്. ആദ്യം ആ റൗണ്ട് മാത്രം, പിന്നെ ചെയ് വെച്ചു, കണ്ണ്, മൂക്ക്, അങ്ങനെ എഴുതി. പിന്നെ ഒരു പിക്ചർ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പിക്ചർ. ഇതൊക്കെ നമുക്ക് തന്നെ കൈകൊണ്ട് വരയ്ക്കാനായിട്ട് പറ്റും. സെയിം തന്നെ അടുത്ത ബോക്സിലും അതേ മെഷർമെന്റിൽ കേട്ടോ, സെയിം മെഷർമെന്റിൽ അടുത്ത ബോക്സിലേക്ക് വരയ്ക്കുക. സെയിം പിക്ചർ നോക്കിയിട്ട് ഈ ഇതിലേക്ക് വരയ്ക്കുക. അതൊന്നും കൂടെ പറയാം, എനിക്ക് മനസ്സിലായില്ല. നമുക്കൊരു പിക്ചർ ഒരു ബോക്സിനകത്തുണ്ട്. ആ ബോക്സിന്റെ സെയിം മെഷർമെന്റിൽ തന്നെ അടുത്ത ആ ഒരു റെക്ടാംഗിൾ പോലെ തന്നെ വരച്ചു വെക്കുക. അപ്പൊ ആദ്യത്തെ റെക്ടാംഗിളിൽ അതേ പിക്ചർ തന്നെ ഇപ്പുറത്തേക്ക് വരയ്ക്കും. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു പിക്ചർ കൊടുക്കുക, അത് കളർ ചെയ്യിക്കുക. ക്രയോൺസ് ആയിരിക്കും അല്ലെങ്കിൽ ഓയിൽ പെസ്റ്റൽസ് ആയിരിക്കും നല്ലത്. പിന്നെ ഓഡ് 1 കണ്ടുപിടിക്കും. 3 എണ്ണം ബാത്റൂമിൽ യൂസ് ചെയ്യുന്നത്, ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതാണ്. ബാക്കി നോട്ട്ബുക്ക് ആണ്. അങ്ങനെ എളുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റണം. ഒത്തിരി കോംപ്ലിക്കേഷൻസ് കൊടുക്കരുത്. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. നമ്മൾ KG കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് ആൽഫബറ്റ്സിന്റെ നമ്പേഴ്സിന്റെ സ്റ്റെൻസിൽസ് വാങ്ങാൻ കിട്ടില്ലേ, അതുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഗീവ് കളർ ടു നോർമൽ ആൽഫബറ്റ്സ്. ഇങ്ങനെ ആൽഫബറ്റ്സിന് അതിന് കളർ കൊടുക്കുക. ക്രയോൺസോ സ്കെച്ചോ കൊടുക്കാം. സ്കെച്ച് കൊടുക്കുമ്പോൾ ബാക്കിൽ നമ്മൾ വേറെ ഒന്നും എഴുതണ്ടാത്ത പേപ്പർ ആയിരിക്കണം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്പേഴ്സിലും ഡിജിറ്റ്സിലും. ഇതൊക്കെ ആ ഒരു സ്റ്റെൻസിൽ ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ ട്രേസ് ചെയ്താട്ടോ. അല്ലാതെ ഇതിങ്ങനെ എഴുതാൻ ഇച്ചിരി പാടും.
എനിക്ക് ബുദ്ധിമുട്ടാണ്. ഷോ ദ വേ. ഒരു പപ്പിക്ക് അതിന്റെ കെനലിലേക്കുള്ള വഴി. ഇത് ഏത് വേണമെങ്കിലും ചെയ്യാം. റിവേഴ്സ് കളറിംഗ്. ബാക്ക്ഗ്രൗണ്ട് മുഴുവനും ഡാർക്ക് ആക്കിയിരിക്കുന്നു, ബാക്കി ആൽഫബറ്റ്സും നമ്പേഴ്സും കളർ ചെയ്തു. കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക. ഞാനിവിടെ കൈറ്റ് ആണ് വരച്ചിരിക്കുന്നത്. 3 ഷാഡോ താഴെയുണ്ട്. മുകളിലുള്ള കൈറ്റിന്റെ ഷാഡോ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബൈ ഹാൻഡ് വരച്ചതാണ്, എളുപ്പമുള്ളതാണല്ലോ കൈറ്റ് ഒക്കെ വരയ്ക്കാനായിട്ട്. പിന്നെ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ 3 പിക്ചേഴ്സ് 2 ബേർഡും ഒരു ഫിഷും ആണ്. അതിന്റെ ഏതോ ഒരു ബോഡി പാർട്ട് താഴെയുണ്ട്, അത് കണ്ടുപിടിക്കുക. ഏതോ ഒന്നിന്റെ ബോഡി പാർട്ട് താഴെയുണ്ട്, കണ്ടുപിടിക്കുക. ഞാൻ ബേർഡും ഫിഷും എടുത്തു. നിങ്ങൾക്ക് ഡോഗ്, ക്യാറ്റ് അങ്ങനെ എടുക്കാം. അങ്ങനെയൊന്നും കുഴപ്പമില്ല. എലിഫന്റ് എടുക്കാം. നേരത്തെ നമ്മൾ ഒരേ പിക്ചർ അതേ മെഷർമെന്റിലുള്ള ബോക്സിലേക്ക് വരയ്ക്കുന്നതല്ലായിരുന്നോ? ഇത് നെക്സ്റ്റ് വൺ സെയിം പിക്ചർ തന്നെ കുറച്ചുകൂടി അതിനെ എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കുന്നു. നമ്മളിങ്ങനെ വരയ്ക്കില്ലേ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഇതിലുള്ള മെഷർമെന്റ് അനുസരിച്ച് വരയ്ക്കുന്ന പോലെ. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണല്ലോ. പിന്നെ ഏതെങ്കിലും ഒരു പിക്ചർ കൊടുത്തിട്ട് ആ പിക്ചറിന്റെ പല ഭാഗത്ത് നമ്പേഴ്സ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ സൈഡില് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് കളർ പറഞ്ഞു എഴുതി വെക്കുക. അപ്പൊ ആ കളർ എടുത്തിട്ട് നമ്പർ ഏതാണോ അവിടെ അവർ കളർ ചെയ്തോളൂ. Give color to the picture as per the numbers given. ഇനി 2 പിക്ചേഴ്സ് തരും. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും there are 4 differences. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ 5 differences, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതിനകത്ത് ടോമും ജെറിയും കൂടെയുള്ള ചേസിംഗ് ആണ് നമ്മൾ കാണുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കി കണ്ടുപിടിക്കാനായിട്ട് പറയാം. ഇനി ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്പേഴ്സ് ജോയിൻ ചെയ്ത് കംപ്ലീറ്റഡ് ആണ് കേട്ടോ പിള്ളേര് ചെയ്ത. നമ്പേഴ്സ് ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. മിസ്സിംഗ് ലെറ്റർ, അതുപോലെ ലെറ്റേഴ്സും വേർഡ്സ് ഒക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പറ്റുമായിരിക്കും മിസ്സിംഗ് ലെറ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. മാച്ച് ചെയ്യാനായിട്ട് അപ്ലയൻസസ് കൊടുത്തിട്ടുണ്ട്. താഴെയുള്ളതുമായിട്ട് മാച്ച് ചെയ്ത് ചെയ്യേണ്ടതല്ല കേട്ടോ. ഇവിടെ എന്റെ കുട്ടികളെ റെക്കോർഡ് എടുത്തിട്ട് അവർ ചെയ്തതാണ്, ചെയ്യാതെ തന്നെ വെക്കണം. ഇനി പിക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ഒറ്റ പിക്ചർ കൊടുത്തിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്താൽ പറഞ്ഞു. ഇതൊരു സ്റ്റോറിയിലെ പിക്ചേഴ്സ് ആണ്. അത് കൊടുത്തിട്ട് ആ ഓർഡറിൽ തന്നെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് കുട്ടികളോട് അതിന്റെ കഥ പറയണം. ഓക്കെ, പിന്നെ ഇവര് തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയണം. പോസ്റ്റ്മാനും ഒരു പെൺകുട്ടിയല്ലേ, കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അവിടെയൊക്കെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഇമാജിനേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് പരിപാടി. പിന്നെ ഫൈൻഡ് ഔട്ട് ദ ഹൈഡിങ് ക്രീച്ചർ. ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, അതാണ് എന്നെ സംബന്ധിച്ച് ഹൈഡിങ് ക്രീച്ചർ. ഏതോ കുട്ടി ചോദിച്ചു അനിമൽസ് മാത്രം മതിയോ, വേറെ എന്തെങ്കിലും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയാൽ മതി. ക്രീച്ചർ എന്നുള്ളതിന് പകരം ഫൈൻഡ് ഔട്ട് ക്രീച്ചർ അനിമൽ ഓർ ഒബ്ജക്ട്സോ അങ്ങനെ എന്താണെന്നോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെടുക്കും. പിന്നെ ഹൈഡിങ് അനിമൽസ് കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ നമ്മൾ ഫസ്റ്റ് വേർഡ് പസിൽ പോലെ ചെയ്തു. ഇത് അങ്ങനെ ചെയ്യാം. ഓരോന്നിനും ഓരോ അനിമല് ഒളിച്ചിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ കൗ, ഓക്സ്,
ഒന്ന് താഴെ യാക്ക് ഡീൽ അതിന്റെ താഴെ. അതോടുകൂടി അത് തീരുവാണ് ആ ഒരു ആക്ടിവിറ്റി. കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ക്ലിയർ ആയോ? ഇത് എളുപ്പമാണ്. ഇനി ഒരു റെക്കോർഡ് എളുപ്പമാണ്. നമുക്ക് ആകെ 2ഉം 3ഉം ആണ് നമ്മൾ കുറച്ച് ആലോചിച്ചൊക്കെ ചെയ്യേണ്ടത്. ഇത് എളുപ്പമാണ്. പിന്നെ 5th റെക്കോർഡിന്റെ കോപ്പി നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും, മീൻസ് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യും. അത് നോക്കി കോപ്പി ഡൗൺ ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് പിക്ചേഴ്സും ഷെയർ ചെയ്ത് തരും. അത് പ്രിന്റ് എടുത്ത് ഒട്ടിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് അതാണ്. അത് നിങ്ങൾ പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരും. ഇത് എളുപ്പമാണ്. ഫസ്റ്റ് റെക്കോർഡ് എളുപ്പമാണ്. ലാസ്റ്റ് റെക്കോർഡ് എഴുതാനുള്ള എല്ലാം ഡീറ്റെയിൽസ് തരും. അത് നോക്കി കോപ്പി ചെയ്താൽ മതി. 2nd ഉം 3rd ആണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ വരും. ഓക്കെ മിസ്, ഒരു ഡൗട്ട് വെക്കട്ടെ. നമ്മളിപ്പോ 4th റെക്കോർഡിൽ ഒരു സ്റ്റോറി, ഇപ്പൊ സയന്റിഫിക് നോളജ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഉണ്ടല്ലോ ചെയ്യാൻ, സയന്റിഫിക് നോളജ്. തേർഡില്. അപ്പൊ അത് എങ്ങനത്തെ സ്റ്റോറീസാ ഉദ്ദേശിക്കുന്നത്? ഞാൻ എഴുതിയത് പറയാം. ഞാൻ എഴുതിയത് ഒരു സീഡ് എന്താ പറയാ, കുഴിച്ചിട്ട് അത് വളർന്ന് അങ്ങനെ രീതിയിലുള്ള സ്റ്റോറി ആയിരുന്നു. സയന്റിഫിക് ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് EVS എന്താണോ പഠിക്കാൻ വരുന്നത് അതിനനുസരിച്ച് ചെയ്യാം. കുട്ടികൾ വൈവയിൽ ഷെയർ ചെയ്തൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. ചിലര് ബോഡിന്റെ ഇന്റേണൽ ഓർഗൻസിനെ കുറിച്ച് കുട്ടി ഡൗട്ട് ചോദിക്കുന്നതായിട്ട് അങ്ങനെയുണ്ട്. ഒരു നോളജ് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റോറി, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ എഴുതിയത് ഇതായിരുന്നു. ഒരു ചെടി അതിന്റെ വിത്ത് നട്ട് അത് ഫോട്ടോസിന്തസിസ് നടന്ന് അങ്ങനെ അത് വളർന്ന് വലിയ മരമാകുന്നതും നിറയെ ഫ്രൂട്ട്സ് ആകുന്നതും ആളുകൾക്ക് ഷെയ്ഡ് കൊടുക്കുന്നു. അവിടെ ഇപ്പൊ അതിന്റെ ഒരു പ്രോസസ് ആണല്ലോ. ചെടിയെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഇതിൽ വരുന്നത്. അതാണ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അല്ലേ? യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് എന്റെ ഓർമ്മ. ഇവിടെ വരെയേ കുറച്ച് ഭാഗം എടുക്കാൻ പറ്റുള്ളൂ. 10 minutes ഉള്ളൂ. യെസ്, ഫ്രീഡം ഫ്രം ഡേഞ്ചർ ആണ് ഇനി എടുക്കാൻ. ഓക്കെ. ഫ്രീഡം ഫ്രം ഡേഞ്ചർ അല്ലെ? നമ്മള് വീട്ടിലെ കുട്ടികളെ ആ പാത്രം എടുക്കരുത്, താഴെ വീഴും, പൊട്ടും, കത്തി എടുക്കരുത്, കൈമുറിയും, നീ അത് ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, നീ ചെയ്താൽ അത് മുഴുവൻ താഴെ പോവും, നീ വെള്ളം ഒഴിക്കണ്ട, വെള്ളം മുഴുവൻ അവിടെ താഴെ വീഴും, അങ്ങനെ 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 ഡേഞ്ചർ സോണാക്കി മാറ്റിയേക്കോ നമ്മള് വീട്ടില് അല്ലെ? കുട്ടിക്ക് നമുക്ക് കംഫർട്ട് സോണാ, കുട്ടിക്ക് മാത്രം ഡേഞ്ചർ സോൺ.
അപ്പൊ ഈ ഫ്രീഡം ഫ്രം ഡേഞ്ചർ അതാണ് ഫ്രം ദ ബിഗിനിങ് അവര് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അത് 3 years കഴിഞ്ഞ് അവരുടെ ഏജിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യിക്കാം. നമ്മള് ഗ്ലാസ് അല്ലെങ്കിൽ പാത്രങ്ങൾ എടുക്കുമ്പോൾ താഴെ വീഴുന്നുണ്ട്, പൊട്ടുന്നുണ്ട്, അല്ലെ? കുഞ്ഞുങ്ങൾക്കറിയാം. അവരോട് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ താഴെ വീഴുവാണെങ്കിൽ ശ്രദ്ധിക്കണം, മാറി നിൽക്കണം, അത് വീണ സ്ഥലത്തേക്ക് നടക്കരുത്, ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാലോ. കാല് മുറിയും പൊള്ളും ഒക്കെ പറഞ്ഞു കൊടുക്കാം. അവർ ശ്രദ്ധിക്കും ഓരോ പാത്രം എടുക്കും. പിന്നെ അറിയാം അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, വിരലുകളിലെ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആയി വരുന്ന പ്രായമാണ്. കുട്ടി അറിഞ്ഞുകൊണ്ട് താഴേക്ക് ഇടുന്നതല്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഗ്രിപ്പിംഗ്, അവർക്കത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു 3 years കഴിയുമ്പോൾ അതിന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നേ ഉള്ളൂ. സോ അതിന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് ഇറ്റ്സ് നോട്ട് ദെയർ ഫോൾട്ട്, അത് അവരുടെ ഫോൾട്ട് അല്ല. അതൊക്കെ നമ്മൾ അറിയണം. ബട്ട് എന്ന് കരുതി അവരെ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യിക്കുന്നതല്ല. അതിനെ കുട്ടിയെ എന്താണ് വീട്ടിനകത്തിരിക്കുന്ന ഗ്ലാസ് പാത്രം മിറ്റത്ത് വരെയും കൊണ്ടുപോയി അത്രയും ദൂരം നടത്തിക്കുക എന്നുള്ളതല്ല. ആ ഒരു അടുക്കളയിൽ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ നമുക്കത് ചെയ്യിക്കാം ചെറിയ ഏജിലുള്ള കുട്ടികൾ. ഓക്കെ, നെക്സ്റ്റ് ഫ്രീഡം ഫ്രം ഡേഞ്ചർ. ദെൻ യെസ്, അത് മാത്രം വായിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ അതൊക്കെ വരാം. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ അസൈൻമെന്റിന്റെ കഥയൊക്കെ ഓർമ്മ വരും ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ ഒക്കെ ആവുമ്പോൾ. സോ വാട്ട് ഇസ് ഫ്രീഡം ഫ്രം ഡേഞ്ചർ? അതാരാ റീഡ് ചെയ്യാം? Freedom from danger. The child has a right to grow in danger. Safety has been strengthened through activities of practical life. Children are imparted knowledge through a systematic training in practical life skills such as to deal with objects in the correct way, which could be probably dangerous. The teacher must be needful to watch for, guard against any emotional or spiritual damage that threaten the child. ഓക്കെ, സോ അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. ആ ഒരു കുട്ടി പെരുമാറുന്ന എല്ലാ ഏരിയയിലും ഡേഞ്ചർ ഉണ്ട്. അതായത് ഇപ്പൊ ഗ്ലാസ് എടുക്കാനാണെങ്കിലും കത്തി എടുക്കാനാണെങ്കിലും വെള്ളം വീണ് കിടക്കുന്നുണ്ടെങ്കിൽ തെന്നി വീഴാം, എല്ലാ ചാൻസസും ഉണ്ട്. ബട്ട് ആ ഒരു ഏരിയയിലൂടെ ആ കുട്ടി വളരണം. അതെല്ലാം മനസ്സിലാക്കി അങ്ങനെ ഒബ്ജക്ട്സ് കറക്റ്റ് വെയിലെടുക്കാനായിട്ട് അവനറിയാനായിട്ട് പറ്റണം. അതായത് ഈ ഒരു പാത്രം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയിട്ട് എനിക്ക് അവിടെ കൊണ്ട് വെക്കാം. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണ്, വെള്ളം പുറത്തേക്ക് പോകില്ല. ഒരു ഫണല് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫണല് വെച്ചിട്ട് വെള്ളം ഒഴിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇത് കറക്റ്റ് ഇങ്ങനെ അടച്ചു വെക്കണം, അല്ലെങ്കിൽ തട്ടി താഴെ വീണ് കഴിഞ്ഞാൽ മുഴുവൻ പോകും. എന്തെങ്കിലും കണ്ടെയ്നറിൽ പൾസസ് ഒക്കെ ഇട്ട് വെക്കുമ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതെല്ലാം മനസ്സിലാക്കിക്കുക. മുട്ട, എഗ്ഗ് എടുത്ത് കൈ പിടിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ അത് ക്യാരി ചെയ്തില്ലെങ്കിൽ, ശരിയായ രീതിയിൽ വെച്ചില്ലെങ്കിൽ അത് പൊട്ടും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഈ ഒരു സമയത്ത് തന്നെ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. അതാരാ റെഡി ചെയ്യാം? യെസ് പ്ലീസ്. Freedom from competition. In order not to interfere with the child's free selection of activity, there are no artificially persuaded competitions, rewards, or punishments in Montessori classrooms. Such prizes and punishments are the instruments of slavery for the spirit. The prize and the punishment are incentives towards unnatural or forced effort, and therefore we certainly cannot speak of the natural development of the child in connection with them. The children's achievement are never associated. No. Associated. From an adult's point of view. അസസ്ഡ് ആണ്, അതൊന്ന് കറക്റ്റ് ചെയ്തേക്കെ. Okay. വാല്യൂ ചെയ്യാന്നുള്ള മീനിങ്, നമ്മള് മാർക്ക് ഇടുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതി. Okay.
assessed from an adult's point of view and categorized by marks, points, and stars. The inner motivation of the child persuades him to work to the best of his ability, and the satisfaction of having done so is reward enough. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ നമ്മുടെ അസൈൻമെന്റിന്റെ മാർക്കിടർ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ? ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. കുട്ടികൾക്ക് അങ്ങനെ ഒരു റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർ ആ ഒരു മത്സരബുദ്ധി ഭയങ്കര കാണിക്കും. പക്ഷെ ഹെൽത്തി കോമ്പറ്റീഷൻ ഓക്കെ ആണെന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ഞാനും. കാരണം ഇത് ചെയ്യണം എന്നൊരു ഫീല് അത് ഇവിടെ മോണ്ടിസോറി മെത്തേഡില് ഇവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കലല്ലോ. ഇവരെ പല ആക്ടിവിറ്റീസിലൂടെ അവർക്ക് അത് ഇൻട്രസ്റ്റ് തോന്നി, ഐ ഹാവ് ടു ഡു ദിസ് എവറി ഡേ, ഐ വിൽ ഡു ദിസ്, ഐ എം വെരി ഹാപ്പി ബൈ ഡൂയിങ് ദിസ്, ആ ഒരു ഫീല് കുട്ടികളിൽ കൊണ്ടുവരുവാണ്. അപ്പൊ അതിന്റെ അച്ചീവ്മെന്റ് ആണ് അവരെ സംബന്ധിച്ച് അവരുടെ റിവാർഡ്. അതാണ് അവിടെയുള്ള മെത്തേഡ്. അല്ലാതെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, ഒരു കോമ്പറ്റീഷനും ഇല്ല, ഹെൽത്തി കോമ്പറ്റീഷനും അവിടെ ഇല്ല. അവിടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരത് അച്ചീവ്മെന്റിലേക്ക് എത്തുമ്പോൾ, അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആവുന്നു. ദാറ്റ് ഇസ് ദ റിവാർഡ് ഫോർ ദം. അത്രയേ ഉള്ളൂ അതിനകത്ത്. ഇവിടെ നമ്മുടെ അസൈൻമെന്റ് അതാണ്. ആ ഒരു അസൈൻമെന്റ് ടോപ്പിക് തരുമ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു, ആ നിങ്ങളുടെ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അത് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി സബ്മിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി വിൽ ഗിവ് യു സം ട്രോഫി ഓർ സംതിങ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്, ഓക്കെ ഷീ ഈസ് റെഡി ടു ഗോ ത്രൂ ഇറ്റ്, അതിലൂടെ പോകാൻ തയ്യാറായി, അതിനെപ്പറ്റി ചിന്തിച്ചു. ബട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, സബ്മിറ്റ് ചെയ്ത കുട്ടിയാണ്, അതിനെപ്പറ്റി മനസ്സിലാക്കി അത് എഴുതി. അത് 10 പേജ് ഉണ്ടോ 20 പേജ് ഉണ്ടോ 1 പേജ് ഉണ്ടോ എന്നല്ല നമ്മളവിടെ നോക്കുന്നത്. അതിന് റെഡിയായി, ആ വില്ലിങ്നെസ്, ഐ വിൽ ഡു ദിസ്, ഇറ്റ്സ് ഫോർ മീ എന്നൊരു ഫീലോട് കൂടി അത് എഴുതുമ്പോൾ ആ ഒരു പെർഫോമൻസിന് നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു, എനിക്ക് അതിന്റെ റിസൾട്ട് കാണുന്നില്ല. സോ ദാറ്റ് ഇസ് വൈ വി ആർ ഗിവിംഗ് യു ദാറ്റ് പോയിന്റ്സ്. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടുള്ളതല്ല. ദാറ്റ് ഇസ് വൈ വി ആർ ഗിവിംഗ് ദ പോയിന്റ്സ്. ഓക്കെ, സോ അതായിരുന്നു ഈ ഒരു ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അവിടെ അഡൽട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കുട്ടിയെ വാല്യൂ ചെയ്യുന്നില്ല, അസസ് ചെയ്യുന്നില്ല, കുട്ടിക്ക് മാർക്ക് കൊടുക്കുന്നില്ല, പോയിന്റ്സ് കൊടുക്കുന്നില്ല, റിവാർഡ്സ് കൊടുക്കുന്നില്ല, സ്റ്റാർസ് കൊടുക്കുന്നില്ല. ആക്ച്വലി ഫ്രം ദ ബിഗിനിങ് ഐ ആം അഗെയിൻസ്റ്റ് ദിസ് ടൈപ്പ് ഓഫ് മാർക്കിംഗ് ആൻഡ് ഓൾ ദിസ്. ബട്ട് അസൈൻമെന്റ് കൊടുക്കും എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു കാര്യം ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ക്ലാസ്സിൽ എനിക്ക് ഓരോരുത്തരോടായിട്ട് ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം എനിക്ക് ചോദിക്കാൻ പറ്റില്ല. 200 പേരുള്ളിടത്ത് ചിലപ്പോൾ 20 പേരാ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. എല്ലാരും കിട്ടില്ലല്ലോ. സോ എല്ലാരും ചെയ്യട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത്. ബട്ട് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ കുട്ടികൾക്ക് പോയിന്റ്സ് ഉള്ള രീതിയിൽ അത് കൊടുക്കാം. ഐ ആം ടോട്ടലി അഗെയിൻസ്റ്റ് ഇറ്റ്. ബട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കില്ല ഞങ്ങൾ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് അതിനൊന്നും ആരും ഒന്നും നോക്കുന്നില്ല എന്നൊരു ഫീൽ വരുമല്ലോ. ബട്ട് എനിക്കറിയേണ്ടത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അസൈൻമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ എനിക്ക് കിട്ടും. ആര് സബ്മിറ്റ് ചെയ്തു, ആരുടെയൊക്കെ വാല്യൂ ചെയ്തു, ഡീറ്റെയിൽസ് എനിക്ക് നമ്മുടെ പിള്ളേര് ടെക്നിക്കൽ ടീമിലുള്ളവര് എനിക്ക് ഷെയർ ചെയ്യും ബിഫോർ ദ ടൈം ഓഫ് വൈവയ്ക്ക് ഞാൻ വരുമ്പോൾ ഞാൻ ഈ ഒരു ഷീറ്റ് നോക്കും, ഞാൻ ചോദിക്കുമ്പോൾ അത് അറിയാമെങ്കിൽ അവര് ഡെഫിനറ്റ്ലി അവർ അതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അവരത് പറഞ്ഞു തരും. അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ചിലരൊന്നും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഇതുപോലെ സമയമില്ല, ജോലി അതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നും വെറുതെ 10 മിനിറ്റ് അവരോട് സംസാരിച്ച് എന്തെങ്കിലും മാർക്ക് ഇടണ്ട, ആ ഒരു ചോദ്യം അങ്ങോട്ട് ഡയറക്റ്റ് ചോദിക്കും. വളരെ നല്ല രീതിയിൽ തന്നെ അവരത് പ്രസന്റ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം അറിയാം ആൾക്ക്. മീൻസ് കേട്ടിട്ടും കൂടി ഉണ്ടാവില്ല, അസൈൻമെന്റ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവരവരുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അവരുടെ ഒരു ഒപ്പീനിയൻ അങ്ങ് എക്സ്പ്രസ് ചെയ്യും. അത് മതി. ബട്ട് എന്ന് കരുതി എഴുതാതിരിക്കേണ്ട. എഴുതുമ്പോൾ നമ്മുടെ കയ്യിൽ അതിരിക്കും, നമുക്കതൊരു സെറ്റാണ്. അത് മാത്രമല്ല, ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കും, അറിയാം മോണ്ടിസോറി മെത്തേഡ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്, നിങ്ങൾ എന്ത് ചെയ്തു, എന്തൊക്കെ കയ്യിലുണ്ടോ, ഇതിനകത്ത് അസൈൻമെന്റ് റിപ്പോർട്ട് എന്ന് കാണുന്നുണ്ടല്ലോ, എന്താ അത്. സോ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് എടുത്ത് കാണിക്കാലോ, ഞാൻ ഈ ടോപ്പിക്കിനെ പറ്റി അസൈൻമെന്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഈ സർവേ ചെയ്തു, അതിന്റെ റിപ്പോർട്ടാണിത്. അങ്ങനെ ചോദിച്ചാൽ, കാരണം മാർക്ക് ലിസ്റ്റ് എല്ലാത്തിന്റെയും സ്പ്ലിറ്റപ്പ് ഉണ്ട്. തിയറിയുടെ ഉണ്ട്, പ്രാക്ടിക്കലിന്റെ സ്പ്ലിറ്റപ്പ് ഉണ്ട്. അപ്പൊ പ്രാക്ടിക്കൽ സൈഡിൽ ഇത്രയും ടീച്ചിങ് എയ്ഡ്സിന് ഇത്ര മാർക്ക് കിട്ടിയോ, എന്തൊക്കെ ടീച്ചിങ് എയ്ഡ്സ് ആണ് നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലെടുത്ത് കാണിക്കാൻ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഉണ്ടാവണം. പിക്ചർ കാർഡ്, വേർഡ് റീഡിംഗ് കാർഡ്, കളർ കാർഡ്, പിന്നെ എന്തൊക്കെയാ ഡ്രസ്സിംഗ് ഫ്രെയിം, പിങ്ക് ടവർ, അങ്ങനെ പലതുണ്ടല്ലോ.
അങ്ങനെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 items എങ്കിലും, അത് മോണ്ടിസോറി മെറ്റീരിയൽസ് അതിനകത്ത് 1 or 2 ഉണ്ടെങ്കിൽ തന്നെ അവർ ഇംപ്രസ്ഡ് ആവും. ഓക്കെ, നെക്സ്റ്റ് വണ്ണും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എടുത്താം. ഫ്രീഡം ഫ്രം പ്രഷർ. വേഗം ആരെങ്കിലും വായിക്കാമോ? വായിക്കണോ? ഫ്രീഡം ഫ്രം പ്രഷർ. യെസ്, ആരെങ്കിലും ഉണ്ടോ? Okay, Miss, I'll read. He is permitted freedom from pressure. He is permitted to grow at his own rate and development. He doesn't require too much up to the hopes of others. Through the freedom given in a Montessori environment, the child has an unequal opportunity to reflect upon his own actions, to determine their after effect, both for himself and for others, to test himself against the limits of reality, to learn what gives him a sense of accomplishment and what leaves him empty and dissatisfied, and to find out both his capabilities and his defects. The opportunity to develop self-knowledge is one of the most important result of freedom in a Montessori classroom. സോ കുട്ടിയെ നിർബന്ധിക്കാതെ പ്രഷറൈസ് ചെയ്യാതിരിക്കുന്നു, അതാണ് മോണ്ടിസോറി മെത്തേഡ്. ആ ഒരു പ്രഷറിൽ നിന്നും കുട്ടി വളരെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അവനത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് അവൻ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യും. അവനിൽ യാതൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല, ഡിഫക്ട്സും ഉണ്ടാവില്ല. ചെയ്യേണ്ട വർക്ക് നല്ല പോലെ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു അച്ചീവ്മെന്റിലെത്തും. നമ്മള് ഞെക്കി പഴിപ്പിച്ച മധുരം കുറയെന്ന് പറയില്ലേ, അതാണ്. പ്രഷറൈസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാല് അതിന്റെ റിസൾട്ട് വളരെ നല്ലതായിരിക്കും, നല്ലൊരു റിസൾട്ട് ആയിരിക്കും. സെൽഫ് നോളജ്, കുട്ടിക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. ഒരാൾ പുഷ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യുമ്പോൾ അവനൊന്നും മനസ്സിലാകുന്നുണ്ടാവില്ല. അപ്പൊ ഒരു സെൽഫ് നോളജ് കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു മെത്തേഡ് ഫ്രീഡം ഫ്രം പ്രഷർ. നിർബന്ധിക്കാതിരിക്കും. ലെറ്റ് ഹിം ഡു അറ്റ് ഹിസ് ഓൺ പേസ്. അവന്റെ രീതിയിൽ അവനത് ചെയ്ത് കംപ്ലീറ്റ് ആക്കട്ടെ, റിപ്പീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കട്ടെ. ഓക്കെ, ഫൈൻ. സോ ദാറ്റ് ഇസ് എൻഡ് ഓഫ് ദ സെഷൻ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, നോ പ്രോബ്ലം. Thank you very much. Thank you, Miss. Thank you, Miss. Thank you, Miss. Bye.